ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് റിജീന. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം. ജീവിതത്തിൽ വിജയിക്കാനായിട്ട് ധാരാളം പോംവഴികൾ നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കും. നമ്മൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി ചിന്തിക്കുക, നമുക്കൊരു ക്ലിയർ വിഷൻ ഉണ്ടാവുക, നിരന്തരമായി അതിനുവേണ്ടി പരിശ്രമിക്കുക, അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും. ലോകത്തിലെ എല്ലാ മഹത് വ്യക്തികളുടെയും വിജയത്തിൻ്റെ പിന്നിൽ ഒരു പരാജയത്തിൻ്റെ, ഒരു തോൽവിയുടെ കഥയുണ്ടായിരിക്കും. നമ്മുടെ ഫോർമർ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. അങ്ങനെ സ്വപ്നം കണ്ട് കുട്ടികൾ തങ്ങളുടെ വിഷൻ അല്ലെങ്കിൽ ഫോക്കസ് കണ്ടെത്തി നിരന്തരമായി പരിശ്രമിച്ചാൽ അവർക്ക് ജീവിതത്തിൽ മുന്നേറാൻ അല്ലെങ്കിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എൻ്റെ അഭിപ്രായത്തിൽ ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. സുഖവും ദുഃഖവും നിറഞ്ഞതാണ്. സുഖം സന്തോഷം വരുമ്പോൾ അതിൽ ആടിത്തിമർക്കാതെ, ദുഃഖത്തിൽ വീണു പോകാതെ അതിൽ നിന്ന് എണീറ്റ് ജീവിതത്തിൽ മുന്നേറിയാൽ നമുക്ക് ജീവിതം വളരെ അന്തസ്സായി ഈ ലോകത്ത് ജീവിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഒരിക്കൽ ഒരു വ്യക്തി സന്യാസിയോട് ചോദിച്ചു, എങ്ങനെയാണ് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുക? സന്യാസി മറുപടി ഒന്നും പറഞ്ഞില്ല. ആ വ്യക്തിയെയും കൊണ്ട് ഒരു നദിക്കരയിലേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോൾ സന്യാസി ആ വ്യക്തിയെ നദിയിലേക്ക് തള്ളിയിട്ടു. അപ്പോൾ വെള്ളത്തിന് വലിയ ആഴമൊന്നുമില്ലാത്തത് കൊണ്ട് ആ വ്യക്തി പെട്ടെന്ന് അതിൽ നിന്ന് കയറി വന്നു. പിന്നീട് സന്യാസി ആ വ്യക്തിയെ ആഴമുള്ള ഭാഗത്തേക്ക് തള്ളിയിട്ടു. അപ്പോൾ ആ വ്യക്തി മരിക്കുമെന്നുള്ള ആ ഭയത്തിൽ നിന്ന് നിരന്തരമായി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള വാശിയിൽ അദ്ദേഹം ധാരാളം പരിശ്രമിച്ചതിൻ്റെ ഫലമായി അദ്ദേഹം രക്ഷപ്പെട്ടു. അതിനുശേഷം ആ വ്യക്തിക്ക് വളരെയധികം ദേഷ്യത്തോടെ സന്യാസിയോട് ചോദിച്ചു, ഞാൻ ചോദിച്ച ചോദ്യം ജീവിതത്തിൽ എങ്ങനെയാണ് വിജയിക്കാം എന്നുള്ളതാണ്. പക്ഷെ സന്യാസി മറുപടി പറഞ്ഞത്, ഞാൻ ആദ്യം തള്ളിയിട്ടപ്പോൾ നിങ്ങൾ വലിയ പരിശ്രമങ്ങളൊന്നും ചെയ്തില്ല, പക്ഷെ രണ്ടാമത് തള്ളിയിട്ടപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ആ ചിന്ത അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവന്നു. ഈ കഥയിലെ ഹാർഡ് വർക്ക്, നിരന്തരമായിട്ടുള്ള പരിശ്രമം നമുക്ക് ജീവിതത്തിലെ വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. നമ്മുടെ ഫോർമർ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. അങ്ങനെ ആ സ്വപ്നത്തിലേക്ക് വേണ്ടി എത്തിച്ചേരാൻ നിരന്തരമായി പരിശ്രമം വേണമെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഈ രണ്ട് സ്ഥലത്തും നിരന്തരമായ പരിശ്രമം ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. APJ അബ്ദുൽ കലാമിന്റെ വേറെ വാക്കുകളിൽ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താൻ ധാരാളം ആളുകളുണ്ട്. പിന്തിരിഞ്ഞോടാൻ നോക്കിയാൽ ജീവിതം കാലം മുഴുവനും നമുക്ക് പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മരണം വരെ തോൽക്കാനേ സമയം കാണും. ഇവിടെയെല്ലാം നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മുന്നേറാനുള്ള പരിശ്രമം നടത്തിയാൽ നമുക്ക് ജീവിതത്തിൽ വിജയം കണ്ടെത്തുവാനും ജീവിതത്തിന് ഒരു അന്തസ്സ് നിലനിർത്താനും സാധിക്കും. ഇന്നലത്തെ സൺഡേ സപ്ലിമെന്റിലെ ഒരു ചെറിയ കഥയും കൂടി, കഥയല്ല ജീവിതാനുഭവം പങ്കുവെച്ചുകൊണ്ട്, ഹാർഡ് വർക്കാണ്, കഠിനാധ്വാനമാണ് ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഡോക്ടർ ആതിര 3rd ഇയർ BDS വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് 2016 ഒരു ആക്സിഡന്റിൽ പെട്ട് കോമയിലാവുകയും 2 വർഷത്തെ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ജീവിതം വീൽ ചെയറിൽ എത്തുകയും ചെയ്തു. അങ്ങനെ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി ഡോക്ടർ ആതിരയോട് പറഞ്ഞു, ചെറിയൊരു യൂണിറ്റ്, ഒരു കുടനിർമ്മാണം അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയാൽ നന്നായിരിക്കുമെന്ന്. ആ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വാക്കുകൾ ഡോക്ടർ ആതിരയുടെ ജീവിതത്തിലേക്ക് ഒരു വലിയൊരു പ്രകാശം ചെലുത്താനായിട്ട് സാധിച്ചു. അങ്ങനെ മുടങ്ങിക്കിടന്ന തൻ്റെ BDS പഠനം പൂർത്തിയാക്കി നല്ല മാർക്കോടുകൂടി വിജയിക്കാനും പിന്നീട് സിവിൽ സർവീസ് എക്സാം അറ്റൻഡ് ചെയ്ത് അതിൽ 488ാമത്തെ റാങ്കോടുകൂടി വിജയിക്കാനും സാധിക്കും. ഇവിടെ ഡോക്ടർ ആതിരയുടെ ജീവിതത്തിലെ ഡോക്ടർ ആതിരയുടെ വിഷനും അതിനുവേണ്ടി നിരന്തരമായ പരിശ്രമമാണ് ഡോക്ടർ ആതിരയെ വിജയത്തിൽ എത്തിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നമുക്ക് എല്ലാവർക്കും ഒരു വിഷൻ ഉണ്ടായാൽ അതിനുവേണ്ടി നിരന്തരമായി പരിശ്രമിക്കാനുള്ള ഒരു മനസ്സുമുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ട്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.